ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാലോം ടീം നയിച്ച ചെന്നൈ കൺവെൻഷൻ ഫിയാത്ത് 2016. രണ്ടാമത്തെ അന്ത്യം ഏതാണ്? രണ്ടാം അന്ത്യം ഏതാ? വിധി. മരിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ വിധി വരും. 2 തരം വിധികളുണ്ട് എന്ന് ശുദ്ധമാന സഭ നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊക്കെയാണ് 2 തരം വിധി? ഒന്ന് തനതു വിധി. തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് എന്ന് പറയും. രണ്ടാമത്തെ വിധി ഏതാണ്? പൊതുവിധി, ജനറൽ ജഡ്ജ്മെന്റ് ഓർ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. തനത് വിധി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, മരണനിമിഷത്തിൽ ദൈവം ഒരു ആത്മാവിന് മേൽ നടത്തുന്ന വിധി പ്രഖ്യാപനമാണ് തനത് വിധി. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ തന്നെ കാര്യം പറയും. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തലകറങ്ങി വീണ് മരിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ സംഭവിക്കാം. എൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങളെ വല്ലതും പറഞ്ഞാൽ പേടിച്ചിട്ട് മരിച്ചു പോയാലോ എന്ന് വിചാരിച്ചാണ് എൻ്റെ തന്നെ ഉദാഹരണം പറഞ്ഞത്. ഞാൻ ഈ തറയിൽ, ഈ പലകയിൽ തലയിടിച്ച് വീണ് മരിച്ചു. മരിച്ചാൽ അങ്ങനെ സംഭവിക്കാം അല്ലേ? പിറ്റേന്ന് പത്രത്തിൽ വരും, വൈദികൻ കുഴഞ്ഞു വീണ് മരിച്ചു അല്ലേ? എനിക്ക് ആദ്യകാലത്തൊക്കെ എന്നും ഉള്ള വിഷമം, എൻ്റെ ഈശോയെ എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, ഈ കുഴഞ്ഞു വീണ് മരിക്കരുതെന്നാണ്. ഒരു മുരഞ്ഞ മരണമല്ലേ, കുഴഞ്ഞു വീണ് മരിക്കുക. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം കുഴഞ്ഞു വീണ് മരിച്ചേ പിന്നെ എനിക്കൊരു ആശ്വാസമുണ്ട്. ഇനി കുഴഞ്ഞാലും കുഴപ്പമില്ല, ഒരുവിധം ഡീസൻ്റായവരൊക്കെ അങ്ങനെയും മരിക്കാറുണ്ട് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പം ഞാൻ ആ പ്രാർത്ഥന നിർത്തി, എങ്ങനെയും മരിച്ചോട്ടെ എന്ന് വിചാരിച്ചു. കുഴഞ്ഞു വീണ് മരിച്ചു, വൈദികൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കും അല്ലേ? മരിച്ചാൽ ആ സെക്കൻഡിൽ, എൻ്റെ തല ഈ പലകയിൽ ഇടിച്ച് മരിച്ച ആ സെക്കൻഡിൽ ദൈവം എന്നെ ഇവിടെ വെച്ച് വിധിച്ചു, മകനെ ഔസേപ്പെ. നിങ്ങളാരും കാണിയല്ല, ഞാനും ദൈവവും മാത്രം അറിയുന്നു. അതാണ് തനത് വിധി എന്ന് പറയുന്നത്. The person subjected to the judgment alone comes to know of the content of that judgment. അതാണ് particular judgment, തനത് വിധി എന്ന് പറയുന്നത്. ഞാൻ മാത്രമേ അതറിയുന്നുള്ളൂ, നിങ്ങളാരും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ദൈവം വിധിച്ചു, മകനെ ഔസേപ്പെ, അതാ എൻ്റെ പേര്. എടാ, നിന്റെ കയ്യിലിരിപ്പൊക്കെ നിനക്കറിയാമല്ലോ. ഒന്നെങ്കിൽ സ്വർഗം, അല്ലേ ശുദ്ധീകരണ സ്ഥലം, അതല്ലേ നരകം. പൊക്കോളാൻ മതി. ആ സെക്കൻഡിൽ ഞാൻ അവിടെ എത്തി. ദൈവം പറഞ്ഞാൽ എത്താതിരിക്കുവോ? എത്തി. അതാണ് ഈ തനത് വിധി എന്ന് പറയുന്നത്. ഏത് മനുഷ്യാത്മാവും മരണനിമിഷത്തിൽ തനത് വിധിക്ക് വിധേയമാകും. തനത് വിധിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ദൈവം ആത്മാവിനെ മരണനിമിഷത്തിൽ വിധിച്ച് ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി മാറ്റി. പിന്നെ മരിച്ചവരുടെ ഒരു ശല്യവും ഉപദ്രവവും എവിടെയെങ്ങും ഇല്ല. മനസ്സിലാകുന്നു? പ്രേതം, ഭൂതം, യക്ഷി, ഇതൊക്കെ വല്ലതും ഉണ്ടോ? ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഇതൊന്നുമില്ല. പ്രേതങ്ങൾ ചാനലിൽ മാത്രമുള്ള
വളരെ മേക്കപ്പ് ചെയ്താൽ മാത്രം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ജീവികളാണ് പ്രേതങ്ങൾ. ഒറിജിനൽ പ്രേതങ്ങളുണ്ടോ? ഇല്ല. കേരളത്തിലെ പ്രസിദ്ധരായ ചില യക്ഷികളെ കുറിച്ച് അടുത്ത കാലത്ത് ഞാനൊരു ഗവേഷണം നടത്തി, ഒരു ലേഖനം എഴുതാൻ വേണ്ടി. അപ്പം എനിക്ക് മനസ്സിലായി, യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്, ആണ് യക്ഷികളൊന്നുമില്ല. അല്ലേ? കള്ളിയങ്കാട്ട് നീലി മുതൽ ചുടലക്കാളി വരെയുള്ളതെല്ലാം പെണ്ണാണ്. വെറുതെ ഒരു പെണ്ണ് മരിച്ചാൽ യക്ഷിയാകിയാൽ, ഏതെങ്കിലും സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ ദുർമരണപ്പെട്ടാലാണ് യക്ഷിയായിത്തീരുന്നത്. ഇതാണ് കഥ. പണ്ട് കാലത്ത് ഈ അടിമ വ്യവസ്ഥിതി, ജന്മി കുടിയാം വ്യവസ്ഥിതിയൊക്കെ നിലനിന്ന കാലത്ത് വലിയ വീട്ടിലെ പിള്ളേര് ഈ അടിയാള വർഗത്തിലെ സ്ത്രീകളെ വഴിതെറ്റിക്കും. അവരുടെ ഉദരത്തിലൊരു കുഞ്ഞു വളരുന്നു എന്നറിഞ്ഞാൽ അതുങ്ങളെ വല്ല കായലിലോ ചേറിലോ ചവിട്ടി താത്തി കൊന്നുകളയും. ആരാ ചോദിക്കാൻ? പോലീസുണ്ട്, പട്ടാളമുണ്ട്. പാവം അടിയാള വർഗത്തിലെ സ്ത്രീകള് ആത്മരക്ഷയ്ക്ക് വേണ്ടി കഥ പറഞ്ഞു, മുതലാളി താനിങ്ങനെ ഞങ്ങളെയോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയോ പിഴപ്പിച്ച് ചേറി ചവിട്ടിത്താഴ്ത്തിയ തന്നോട് ചോദിക്കാൻ പരലോകത്ത് യക്ഷിയായിട്ട് അവള് വന്ന് തൻ്റെ കൊരങ്ങാവള്ളി കടിച്ച് മുറിച്ച് ചോര ഈമ്പി കുടിച്ച് എല്ലുകൾ കരിമ്പിൻ ചണ്ടി പോലെ ചവച്ച് തുപ്പി പാലമരത്തിൻ്റെ ചോട്ടിലിടുന്നു. ഞെട്ടണ്ട, ഇത് വെറുതെ പറഞ്ഞാണ്. അങ്ങനെ പല മുതലാളിമാർക്കും പണി കിട്ടുകയും ചെയ്തു. യക്ഷിയാണത് ചെയ്തേ? അല്ല. ആ കൊല്ലപ്പെട്ട പെണ്ണുങ്ങളുടെ കയ്യൂക്കുള്ള ആങ്ങളമാരോ കെട്ടിയവന്മാരോ മുതലാളിക്കിട്ട് പണി കൊടുത്തതാണ്. അവർ ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ വെച്ചേക്ക് ഇല്ലാത്തതുകൊണ്ട് യക്ഷിയാണെന്ന് ചുമ്മാ പറഞ്ഞത്. അത്രയൊക്കെയുള്ള യക്ഷി കഥകൾ എന്ന് പറഞ്ഞു. മരിച്ചവര് ഈ ഭൂമിയിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്നുള്ളത് സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ്. മതാധ്യാപകരുടെ സെമിനാറിന് ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സൺഡേ സ്കൂൾ സാറ് പറഞ്ഞു, അയ്യോ അച്ഛാ അങ്ങനെ പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനികൾ മാത്രമല്ലേ പോയുള്ളൂ, ബാക്കിയുള്ളവരുടെ ആത്മാക്കളൊക്കെ ഇതിലേടെ കറങ്ങി നടപ്പുണ്ട്. ഉണ്ടോ? ഇല്ലേ ഇല്ല. ദൈവം ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് വിധി എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. ഏത് മതവിശ്വാസിയെയും ദൈവം മരണസമയത്ത് വിധിക്കുന്നു. അതുകൊണ്ട് ഹിന്ദു പ്രേതങ്ങളുമില്ല, മുസ്ലിം പ്രേതങ്ങളുമില്ല, ക്രിസ്ത്യൻ പ്രേതങ്ങളുമില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായോ? ഭയങ്കര ഗമേ നടക്കുന്ന ചേട്ടന്മാർക്ക് പോലും സിമിത്തേരിയുടെ അടുത്തുകൂടി എത്തുമ്പം അറിയാതെ സ്പീഡ് കൂടുന്നത് ഞാൻ പള്ളിമേടയിലിരുന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇച്ചിരി മയ്യമ്പാടായാൽ തിരിഞ്ഞു നോക്കി ഇവർ ഒറ്റ പോക്ക് പോകുന്നതാണ് ചേട്ടൻ. ഒരിക്കലും ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോയി ഞാൻ മലയെ ഇറങ്ങി വരുവാണ്. കമ്മിറ്റിക്കാരനാണ് എൻ്റെ കൂടെ, വാർഡ് പ്രതിനിധി. ഇവൻ പറഞ്ഞ, അച്ഛാ രാത്രി ആയാലും ഈ വഴിക്ക് ആരും പോക്കില്ല. അതെന്നാ? ഇച്ചിരി വളഞ്ഞ് നല്ല വഴിയുണ്ട് അച്ഛാ, അതിലേ പോയാലോ? എന്നാടാ കാര്യം? അച്ഛൻ കണ്ടിട്ടുണ്ടോ? ആ താഴെ നിൽക്കുന്നൊരു ആഞ്ഞിലി മരം, അതേ 2 പേര് ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു. അതിനെന്നാ അവർ പോയില്ലേ? അതല്ല അച്ഛാ, അതിൻ്റെ ചൂട്ടി പല അകൃത്യങ്ങളും അതിനുശേഷം നടന്നിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലായത്. എന്നാലും സാരമല്ലടാ, നമുക്ക് ആ വഴിക്ക് പോകാം. ഇനി വളഞ്ഞു കയറ്റി 1 കിലോമീറ്റർ നടക്കാമെന്ന് എനിക്ക് വയ്യ, ഞാൻ അതിലേ പോകുന്നത്. ഇവൻ എൻ്റെ പുറകെ വന്നു. ആഞ്ഞിലി മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോഴത്തേക്ക് ആരോ ഒരാൾ കുതിച്ച് പാഞ്ഞു വരുന്ന ഒച്ച. രാത്രിയാണ്, ഒരു 9-9:30 ആയി. ഇവൻ, ഈ വാർഡ് പ്രതിനിധി എന്നോട് പറഞ്ഞു, ഞാൻ അന്നേരെ അച്ഛനോട് പറഞ്ഞതാണ്, അച്ഛന് കേൾക്കുകയല്ല, ഇപ്പം അനുഭവിച്ചു. അവൻ ചാടി എൻ്റെ ലോവയുടെ പുറകിൽ കയറി വേടിച്ചരണ്ടു. നല്ല കട്ടി മീശയൊക്കെ ഉള്ളത് ഇല്ലേ? ദമ്പതി ധ്യാനത്തിന് വന്നൊരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞു, ഇതിയാൻ്റെ മീശ കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട അച്ഛാ, ഇതിയാൻ ഒരു കഴകത്തുമുള്ള മനുഷ്യനല്ല എന്ന് ചേർത്ത് പറഞ്ഞു. എന്നതുപോലെ കഴകത്തില്ലാത്ത ഈ മനുഷ്യൻ എൻ്റെ പുറകിൽ പോയി നിൽക്കും. ഒരുത്തനിതാ കുതിച്ച് പാഞ്ഞു വരുന്നു. റോട്ടില് ഈ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ വന്നവനെ ഞാൻ കയറി അങ്ങ് പിടിച്ച് അവനാണെ കാറി നിലവിളിച്ചു, അയ്യോ വാവേ എല്ലാം തീർന്നേ എന്ന് പറഞ്ഞു. ഇവൻ കാറുന്നു. ഞാൻ ലൈറ്റ് അടിച്ച് അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് ഞങ്ങളുടെ KCYM പ്രസിഡൻ്റാണ് ഈ ഓടുന്നത്. ചേട്ടാ, ഞാൻ ചോദിച്ചു, നീയാണോ ഇവിടെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ എന്നും കിടന്ന് ഓടുന്നത്? നിനക്ക് എന്തിൻ്റെ കേടാ?
അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ ആരെയും പേടിപ്പിക്കാൻ ഓടിയതല്ല, ഞാൻ പേടിച്ചിട്ട് ഓടിയതാന്ന് പറഞ്ഞു. അതിനാടാ, അവനൊരു ലാറ്റക്സ് കമ്പനി പണിയും കഴിഞ്ഞിട്ട് വരുന്നവനാണ്. അവൻ്റെ മനസ്സിൽ ഈ മരം ഒരു പേടി സ്വപ്നമാണ്. അവൻ ഈ മരം കാണുന്നതിന് 1/2 കിലോമീറ്റർ മുമ്പേ ഓട്ടം തുടങ്ങും. ഈ മരം കഴിഞ്ഞ് 1/2 കിലോമീറ്റർ കഴിഞ്ഞാലേ അവൻ ഓട്ടം നിർത്തുള്ളൂ. ഇവൻ സ്ഥിരമായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അന്ന് ഗതികേടിന് ഞാൻ അവനെ പിടിച്ചത്. നിങ്ങൾ ആരേലും പറ, ഈ പ്രേതം, ഭൂതം, യക്ഷി എന്ന് പറയുന്ന വസ്തുക്കള്, ജീവികള്, അങ്ങനെ ആരേലും കണ്ടിട്ടുണ്ടോ? ശുദ്ധமான സഭയുടെ വിശ്വാസം പരമമായ സത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മരിച്ചവർ ഈ ഭൂമിയിൽ ഒരിടത്തുമില്ല. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ അച്ഛന്മാർ മരണം കഴിഞ്ഞ് 7-നും 14-നും 41-നൊക്കെ വീട് വെഞ്ചരിക്കുന്നത് ഈ മരിച്ചവരുടെ ബാധ ആത്മാവിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് മനുഷ്യർക്ക് എങ്ങനെ പേടിയുണ്ടെന്ന് അറിഞ്ഞു. വിശ്വാസവർഷ ധ്യാനത്തിന് ഞങ്ങളുടെ രൂപതയിൽ വീടുകളെല്ലാം വെഞ്ചരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ധ്യാനിപ്പിച്ച ഇടവകയിൽ ഒരു ഭാഗം വെഞ്ചരിക്കാൻ ഞാൻ ചെന്നു. അപ്പം ഒരു വല്യമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, ധ്യാന ഗുരുവച്ചൻ തന്നെ വന്നത് നന്നായി. എന്നാ, ഇവിടുത്തെ വീട്ടുകാരൻ മരിച്ചിട്ട് 28 ആയതേ ഉള്ളൂ അച്ഛാ. ആ, എന്നിട്ടോ? പുള്ളി പോയിട്ടില്ല അച്ഛാ, പോയിട്ടില്ല. പോയില്ലേ? 7 വെഞ്ചരിക്കാൻ വന്നത് കൊച്ചച്ഛനാ. കൊച്ചച്ഛൻ്റെ വെഞ്ചരിപ്പങ്ങി ഏശിയിട്ടില്ല അച്ഛാ, കാരണം അത് ഞാൻ പോയിട്ടില്ല. അതിനാ പോകാത്ത. എൻ്റെ അച്ഛാ, രാത്രിയായി കഴിയുമ്പം തട്ടയെന്ന് അടക്കി പിടിച്ച് ചുമയും കുറുകലും ഒക്കെ കേൾക്കാം. പുള്ളി ഉണ്ടച്ചാ, ഇവിടെ ഉണ്ടെന്ന്. ചേട്ടത്തി പേടിച്ചിട്ട് ജീവിതകാലം മുഴുവൻ അതിയാനെ പേടിച്ചാണ് കഴിഞ്ഞത്. മരിച്ചു കഴിഞ്ഞ് പുള്ളി തട്ടേ കയറിയിരുന്ന് പേടിപ്പിക്കുകയാണ്. അമ്മച്ചിക്ക് സഹിക്കുമോ? ഞാൻ ചോദിച്ചു, എത്രാം വയസ്സിലാണ് വല്യപ്പൻ മരിച്ചത്? 94-ാം വയസ്സിലാണ്. ഞാൻ പറഞ്ഞു, സത്യമായും തട്ടയിലുള്ളത് വല്യപ്പനല്ല. 94-ാം വയസ്സിൽ ആരെങ്കിലും തട്ടേ കയറുമോ? ഇല്ല. അത് ഏതാണേലും വല്യപ്പനല്ല അമ്മച്ചി. അമ്മച്ചി പേടിക്കണ്ട. പക്ഷെ മനുഷ്യനെങ്ങനെയാ വിചാരം? ഈ 7-നും 14-നും ഒന്നും മരിച്ചവരുടെ ആത്മാവിനെ ഓടിക്കാനുള്ള ശുശ്രൂഷയല്ല സഭ നടത്തുക. എന്താ അവിടെ ചെയ്യുക? എൻ്റെ അപ്പം മരിച്ച് സ്വർഗത്തിൽ പോയതിൻ്റെ 7-ാം ദിവസം, അതുകൊണ്ട് എല്ലാവരും വരുവിൻ, നമുക്ക് സന്തോഷിക്കാന്ന് പറയുക. ഇല്ലേ? ക്രിസ്ത്യാനികൾ മരണം കഴിഞ്ഞ് 7-ാം ദിവസം ചുറ്റും കൂടിയിരുന്ന് കരഞ്ഞേച്ച് കണ്ണും തൂത്തോണ്ടാണ് പോകുന്നത്. അല്ല, നല്ല തീറ്റയിൽ നിന്ന് ഗിറിയും തൂത്തോണ്ടാണ് എല്ലാവരും പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? മരണത്തെ വിജയമായി ആഘോഷിക്കാനുള്ള വിളിയാണ് ക്രിസ്ത്യാനിക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരുടെയും മരണപേടി ഇതുവരെയും വിട്ടുപോയിട്ടില്ല. ചിലരൊന്നും ഇതുവരെ ഹല്ലേലൂയ പറഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം. ഓക്കെ, ഏതാണേലും പ്രിയപ്പെട്ടവരെ, ഈ മരണത്തോടനുബന്ധിച്ച് അല്ല, ഈ തനത് വിധിയുണ്ട് എന്ന് പറയുമ്പോൾ സത്യമായി നമ്മൾ മനസ്സിലാക്കുക, ദൈവം നടത്തിയ വിധിയാണത്. ആ വിധിയെ ആർക്കും തടയാനാവില്ല. മരിച്ചവരുടെ സ്വാധീനം, പ്രേതഭൂതങ്ങൾ, ഇതൊന്നും ആരുടെയും മനസ്സിനെ ഭാരപ്പെടുത്തരുത്. ആരും അതിനെക്കുറിച്ച് ആശങ്കപ്പെടാനും പാടില്ല എന്നോർക്ക്. അങ്ങനെ അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടന്നാൽ നമുക്ക് ദൈവകൃപ തന്നെ നഷ്ടപ്പെട്ടു പോവും എന്ന സത്യം ഓർക്കും. വീണ്ടും വേറൊരു വിധിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഏത് വിധിയാ അത്? പൊതുവിധി, അല്ലേ? മരണനേരത്ത് ദൈവം ഒരു ആത്മാവിനെ വിധിച്ചുവെങ്കിൽ പിന്നെന്തിനാ പൊതുവിധി? പൊതുവിധി എപ്പോഴാ വരിക? ഈശോ മിശിഹായുടെ 2-ാം വരവിൻ്റെ സമയത്താ പൊതുവിധി വരിക. ഇതുവരെയും പൊതുവിധി കഴിഞ്ഞിട്ടില്ല. ആരുടെ? മരിച്ചവരുടെ എല്ലാം പൊതുവിധി പെൻഡിങ്ങിലാണ്. അത് ഈശോ 2ാമത് വരുമ്പോഴാണ്. തനത് വിധിയില് ദൈവം സ്വർഗം വിധിച്ച ആത്മാവ് സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. നോ ഡൗട്ട്, ഒരു സംശയവും. നരകത്തിൽ പോയ ആത്മാക്കള് ഒരിക്കലും തിരിച്ചു കയറിപ്പോവുകയല്ല. മനസ്സിലായോ? നരകത്തിൽ പോയവരെ വിളിച്ച് മാമോദീസ മുക്കി വചനം കൊടുത്ത് സ്വർഗത്തിൽ കയറ്റിവിടുന്ന ശുശ്രൂഷയും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടര് കാഞ്ഞിരപ്പള്ളി ഒരു ഇച്ചായൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്രയും മഹത്വമൊന്നും അവർക്കില്ലാത്തത് കൊണ്ട്. എംബററുകാരും അങ്ങനെ പറഞ്ഞുകൊണ്ടോടും, നരകത്തിൽ പോയവരെ രക്ഷിക്കുക. നരകത്തിൽ പോയോര് പോയതാ, അത് ഒരു പോക്ക, പിന്നെ കിട്ടിയല്ല.
നമ്മൾ പോയാലും അവസ്ഥ അത്, രക്ഷപ്പെടാൻ പറ്റിയാൽ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 9:4 ഈശോ പറഞ്ഞു. അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരം ഇല്ല എന്നർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് പൊതുവിധിയിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, തനത് വിധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന കാര്യം എൻ്റെ വിധി, അല്ലേ? എന്തുകൊണ്ട് എനിക്ക് നരകം കിട്ടി അല്ലെ സ്വർഗം കിട്ടി? ഇത് ദൈവം എല്ലാ സൃഷ്ടികളുടെയും മുമ്പിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പൊതുവിധിയുടെ പ്രത്യേകത. തനത് വിധിയിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, what has been revealed to an individual during the time of particular judgment is made public before the entire creation in general judgment. നിങ്ങൾ മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. തമിഴിൽ പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ തമിഴിൽ പറഞ്ഞ തലതിരിഞ്ഞു പോകുമായതുകൊണ്ടാണ് പറയാത്തത്. അതായത് തനത് വിധിയിൽ നമുക്ക് ലഭിച്ച ഈ വിധി എന്തുകൊണ്ട് ലഭിച്ചു എന്നത് ദൈവം എല്ലാ സൃഷ്ടികൾക്കും മുമ്പിൽ വെളിപ്പെടുത്തുന്ന അവസരമാണ് പൊതുവിധി. എന്ന് പറഞ്ഞാൽ ഒരാത്മാവിൻ്റെ മുഴുവൻ പ്രവർത്തികളും ദൈവം സൃഷ്ടപ്രപഞ്ചത്തിന് വെളിപ്പെടുത്തും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തി ഇവർ ഭാര്യാഭർത്താക്കന്മാരാണ്. ഒരിക്കൽ ബൈക്കേ പോകുമ്പോൾ ഒരു പാണ്ടിലോറിയുടെ അടിയിൽ കയറി രണ്ടുപേരും മരിച്ചു. ദൈവമേ, അവരുടെ തനത് വിധി നടക്കും. എവിടെ വെച്ചാ? ആ റോട്ടിൽ വെച്ച് നടന്നു. ദൈവം മത്തായി ഒരു നോട്ടം നോക്കി. മത്തായി, എന്റെ കയ്യിലിരിപ്പ് കൊള്ളാലോട്, തട്ടിയേക്കടാന്ന് പറഞ്ഞു. മാലാഖമാര് മത്തായിയെ കയ്യേ കാലെ പിടിച്ചെടുത്ത് രണ്ടാട്ടാട്ടി ഒരൊറ്റ ഏറ്. മത്തായി എവിടെ ചെന്നു? എവിടെ? നരകത്തിൽ ചെന്നു വീണു. മറിയാമ്മയൊന്ന് കിടുങ്ങി, എൻ്റെ ദൈവമേ. പക്ഷേ മറിയാമ്മയെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, കയറ്റിവിട്ടേക്കടാന്ന്. മാലാഖമാര് മറിയാമ്മയെ സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടു. സ്വർഗത്തിലെത്തിയിട്ടും മറിയാമ്മയ്ക്ക് ഒരു സന്തോഷമില്ല. കാരണം എന്നാ? കെട്ടിയോൻ. എന്നാലും ദൈവമേ, ആ മനുഷ്യൻ വല്ലോ വീക്കെൻഡിലും 2 ഗ്ലാസ് ചാരായം കുടിച്ച് തെറി പറയുമെന്ന് ഒഴിച്ചാൽ ആ മനുഷ്യനെ കൊണ്ട് എന്ത് ദ്രോഹം, എന്നെയും പിള്ളേരെ നോക്കിയതല്ലേ. എന്നാലും നരകത്തിൽ വിട്ടത് ശരിയായില്ല. മറിയാമ്മയുടെ സങ്കടം ഇതാ. മറിയാമ്മ ആ സങ്കടവും കൊണ്ട് നടന്നു. പിറ്റേ ദിവസം ദൈവം മറിയാമ്മയെ കണ്ടവൻ പറഞ്ഞു, ഹാ മറിയാമ്മേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മറിയാമ്മ ഒരു വക അമ്മായിയമ്മ മരുമകളോട് പറയുന്നത് പോലത്തെ ഗുഡ് മോർണിംഗ് ആണ് ദൈവത്തോട് പറയുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, മറിയാമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ദൈവം ഈ ചെയ്തത്. മറിയാമ്മ ഈ വിഷമമായിട്ട് ഇങ്ങനെ നടക്കുക. ദൈവം ഒന്നും തിരുത്താൻ പോയില്ല. പൊതുവിധി വരുമ്പോൾ മനസ്സിലായിക്കോളൂ, ഇതാ ദൈവത്തിന്റെ നിലപാട്. പൊതുവിധി വന്നു. മത്തായിക്ക് എന്തുകൊണ്ട് നരകം കൊടുത്തു എന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവുക. നമ്മുടെ മുഴുവൻ പ്രവർത്തികളെയും ദൈവം മാലാഖമാരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച് കാസറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. പൊതുവിധിയുടെ സമയത്ത് ഈ ആകാശം മുഴുവനും ഒരു TV സ്ക്രീനായി അങ്ങ് മാറും. നമ്മുടെ മുഴുവൻ ചെയ്തികളും അവിടെ പ്രദർശിപ്പിക്കും. ഈ മാലാഖമാരുടെയിലുള്ള ക്യാമറയുണ്ടല്ലോ, ശാലോമിൻ്റെ ക്യാമറയെക്കാളും വളരെ ശക്തമാണ്. കൃത്യം പിടിച്ചെടുക്കും. കുറ്റാക്കുറ്റി ഇരുട്ടത്ത് നിങ്ങൾ ചെയ്തതടക്കം കൃത്യമായി പിടിച്ചു വെച്ചിട്ടുണ്ട്. ചാനലുകാരുടെ ഒളിക്യാമറ പോലെ കോടിയും മാടിയും തേങ്ങിയും മാഞ്ഞു വന്നിരിക്കുന്ന സീനുകളല്ല, കറക്റ്റായിട്ട് കിട്ടും. മറിയാമ്മ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇതാ മത്തായിയുടെ പൊതുവിധി. മത്തായിയുടെ പൊതുവിധിയുടെ സമയം വന്നു. മറിയാമ്മ നോക്കിയിരിക്കും. ഇതിയാനിതാ കഥകടച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു വീട്ടിൽ നിന്ന്. ഇതിയാനിത് എങ്ങോട്ടായി പോകുന്നു? മറിയാമ്മ ഇങ്ങനെ നോക്കിയിരിക്കുമ്പം കാണുന്ന എന്താ? ദൈവമേ, മറിയാമ്മ ജന്മത്ത് വിചാരിക്കാത്ത പല ചേടത്തിമാരുടെയും കൂടെ ഇതാ മത്തായിയെ കാണുന്നു.
എൻ്റെ ദൈവമേ, ഇത് എൻ്റെ കയ്യിലിരിപ്പിതായിരുന്നു. ഇയാള് പല രാത്രിയിലും ഊത്ത പിടിക്കാനാന്നും പറഞ്ഞ് മീൻ പിടിക്കാനാന്നും പറഞ്ഞ് പോകുന്നത് മറിയാമ്മയ്ക്ക് അറിയാം. പക്ഷെ ഇയാള് പിടിച്ച ഊത്ത ഇതായിരുന്നു എന്ന് ഇപ്പോഴാണ് മറിയാമ്മയ്ക്ക് മനസ്സിലായത്. മറിയാമ്മ പറഞ്ഞു, എൻ്റെ തമ്പുരാനെ, അത് ഞാൻ അവിടെ കിടക്കട്ടെ, നീ നീതിമാൻ എന്ന് പറഞ്ഞു. അതാണ് പൊതുവിധി സംഭവിക്കാൻ പോകും. മനസ്സിലായോ? മറിയാമ്മയുടെ കഥ കേട്ടപ്പോൾ നിങ്ങളെല്ലാം ചിരിച്ചു. നമ്മുടെ കഥയും ഇതുപോലെ തന്നെയാ. മനസ്സിലായോ? അതായത് വരും നമ്മളെ, നിങ്ങൾ പിള്ളേരെ വലിയ ഗുണദോഷിച്ച് ഉപദേശിച്ചൊക്കെ നടക്കുന്ന കാരണവന്മാര് പിള്ളേരുടെ മുമ്പിൽ ദൈവം കാസറ്റ് അങ്ങ് പ്രദർശിപ്പിക്കും ആകാശത്ത്. പിള്ളേർ നോക്കുമ്പം പറയും, എടാ ഇത് നമ്മുടെ മമ്മി അല്ലേടാ പോകുന്നത്, ഈ മമ്മി എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടായിരിക്കുമോ ആലോചിക്കുക. നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഞങ്ങളുടെ കാര്യവും കഷ്ടമാണ്. നിങ്ങൾ നോക്കിയിരിക്കുമ്പം പറയും, എടാ ഇതാ മദ്രാസി കൺവെൻഷന് പ്രസംഗിക്കാൻ വന്ന പാമ്പ്ളാനി അച്ഛനല്ലേടാ പോകുന്നത്, അത് ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവരുടെയും കഥ തുല്യം. മനസ്സിലാവുന്നോ? വിധി, പൊതുവിധി എന്ന പരമമായ സത്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. പൊതുവിധി എന്ന പരമമായ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയും. ദൈവം നമ്മുടെ സർവ പ്രവർത്തികളും സൃഷ്ടപ്രപഞ്ചത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്ന അവസരം വരുന്നു. അതാണ് പൊതുവിധി. ഒരാൾക്ക് ഒഴിവുകഴിവൊന്നുമില്ല. ഇത് പറഞ്ഞു ഞാനൊരിക്കൽ പാറേപ്പള്ളി കൺവെൻഷന് ഇത് പ്രസംഗിക്കുകയായിരുന്നു, ചങ്ങനാശ്ശേരിയിൽ, അന്ത്യവിധിയെ കുറിച്ച്. മുമ്പിൽ കോളേജിൽ ഒരു സാറുണ്ടായിരുന്നു ഇരിപ്പ്. സാറ് പരിസരം മറന്ന് എഴുന്നേറ്റ് ഒരൊറ്റ ചോദ്യം എന്നോട്, അച്ഛാ കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണിക്കുമോ എന്ന് ചോദിച്ചു. സാർ ഏതോ വേണ്ടാധീനത്തിന് പോയേച്ച് കുമ്പസാരിച്ച് മനസമാധാനവും കഴിഞ്ഞിരിക്കുന്ന നേരത്താണ് എൻ്റെ അന്ത്യവിധി പ്രഭാഷണം. സാറിൻ്റെ സമസ്ത നിയന്ത്രണവും വിട്ടുപോയി. സാറ് ചോദിച്ചു, കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണിക്കുമോ? ശരിക്ക് അനുദപിച്ച് കുമ്പസാരിച്ചതാണ് എങ്കിൽ ഈ രംഗം ചിത്രീകരിച്ച കാസറ്റ് ദൈവം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും, പിന്നെ അത് കാണിക്കുകയല്ല. ഓ, പല അമ്മമാർക്ക് ഇപ്പോഴാ ശ്വാസം നേരെ വീണത് എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഓക്കെ പ്രിയപ്പെട്ടവരെ, അതാണ് ഈ വിശുദ്ധ കുമ്പസാരത്തിന്റെ മഹത്വം എന്ന് പറയും. വിശുദ്ധ കുമ്പസാരത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തെ ഈശോ മിശിഹ തൻ്റെ തിരുരക്തത്താൽ ഇല്ലാതാക്കുന്ന മഹാത്ഭുതമാണ് ഓരോ കുമ്പസാരത്തിലും സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു വീട് കെട്ടാനായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വളരെയധികം പ്രശ്നങ്ങളുണ്ടായ എൻ്റെ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ദൈവം അതിൽ ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരികയും അതിലൂടെ എൻ്റെ വീട് കെട്ടുന്ന നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവത്തിന് യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു